ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോസ് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗാണ് പ്ലാൻ ചെയ്തേക്കണേ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് പുറത്ത് പോകുന്നത്. ലുലു എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് മോളാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോണേ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ട്രാവൽ ചെയ്തു തുടങ്ങി. ബേബീനെ വീട്ടിൽ തന്നെ ആക്കിയേക്കണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണയൊക്കെയാണ്, ബേബീനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഷോപ്പിങ്ങിന് കൂടുതൽ സേഫ്റ്റി മെഷർ ചെയ്യുന്നത് ലുലു മാളാണ്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നിറയ്ക്കാൻ വേണ്ടി വണ്ടി നിർത്തിയായിരുന്നു. ആ സമയത്ത് കാറിൽ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി. നല്ല ഭംഗിയിൽ ചെത്തി ഇങ്ങനെ പൂത്ത് നിൽക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഞാൻ പയ്യെ ഒന്ന് നീങ്ങി. ഫുൾ പച്ചപ്പും അതിൻ്റെ ഇടയിൽ കുറച്ച് റെഡ് കളറ് ഇങ്ങനെ പൂത്തിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ CNG ഒക്കെ നിറച്ച് ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്ത് തുടങ്ങി. റോഡിലൊക്കെ പതിവ് പോലെ തന്നെ തിരക്കൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് കുറവുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലുലു മാൾ എത്തിയിട്ടുണ്ട്. ഈ വഴിയിലൊക്കെ എന്തോരം ആളുകൾ ഉണ്ടായിരുന്നതാണെന്നറിയാവോ. ഇപ്പോൾ ഒരു വിജനമായ കൂട്ടുകിടക്കാണ്. ആളുകൾ അധികമില്ല, എന്നാലും ഉണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോണത്. അപ്പോൾ ഇനി പാർക്ക് ചെയ്തിട്ട് കാണാം. സാധാരണ ഇവിടേക്കൊന്നും അടുക്കാൻ പറ്റില്ല. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കുറേ റൗണ്ട് ചുറ്റണം, എന്നാലാണ് പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലം കിട്ടാറ്. പക്ഷെ ഇന്ന് കുറേ പ്ലേസ് ഒഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലുലുവിലേക്ക് കയറാൻ പോയാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ് എത്തി. അപ്പോൾ അവിടെ കയറുന്നതിന് മുമ്പേ എല്ലാവർക്കും ഒരു ഗ്ലൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് ഗ്ലൗസാണ്. അതുപോലെ ഒരു ടോക്കണും, എല്ലാവർക്കും ടോക്കണും കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് അറിയാനായിരിക്കും. അപ്പോൾ മെയിൻ എൻട്രിയുടെ അടുത്ത് തന്നെയായിട്ടാണ് ഓണമൊക്കെയാണ്. അപ്പോൾ ഫുൾ പായസത്തിൻ്റെ പാക്കാണ് ഇവിടെ നിറച്ച് വെച്ചേക്കണേ. അതുപോലെ ഓണത്തിന് വേണ്ട സാമ്പാർ കിറ്റ്, അങ്ങനെയുള്ള ഓണമായിട്ട് ബന്ധപ്പെട്ട ഫുൾ പ്രൊഡക്റ്റാണ് കയറുന്ന എൻട്രൻസിൽ തന്നെ വെച്ചിരിക്കുന്നത്. സാധാരണ ഇവിടെയൊക്കെ നല്ല തിരക്കാണ്, ആളുകളെ മുട്ടി നടക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് അധികം സ്പേസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നിറച്ചും ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയണേ, ഒരു ഷോപ്പിങ്ങിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ആളുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഫീലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കുറച്ച് ക്രീം ഐറ്റംസ്, ബേബിയുടെ കുറച്ച് ക്രീമാണ്, അത് നോക്കാനായിട്ട് പോയപ്പോഴേക്കും ഇക്കാക്കാനെ കാണാനില്ല. ഇക്കാക്കാനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇക്കാക്കയുടെ കുറച്ച് ഐറ്റംസ് എടുക്കാൻ ഇക്കാക്ക പോയി. അപ്പോൾ ഇക്കാക്കാനെ കിട്ടി. നമുക്ക് വീണ്ടും പോവാം. കുറച്ച് പെൻ ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കട്ടെ കേട്ടോ. ജെല്ലിൻ്റെ പെന്നാണ് യൂസ് ചെയ്യണേ, അപ്പോൾ അതെടുക്കണം. അപ്പോൾ പെൻ കിട്ടി. ഇനിയിപ്പോൾ പോവാം.
കംഫർട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കംഫർട്ട് ബേബിയുടെയാണ് എനിക്കിഷ്ടം, അപ്പോൾ അത് എടുത്തേക്കണേ. എല്ലാ മാസവും ഇവിടെ വരുമ്പോഴാണ് കംഫർട്ട് എടുക്കാറ്. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫിഷ് ആൻഡ് മീറ്റ് സെക്ഷനാണ്. ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് മീറ്റ് വാങ്ങുന്നത്, അറിഞ്ഞൂടെ എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മീറ്റ് വാങ്ങി കട്ട് ചെയ്യാൻ കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ. ഏത് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയാലും എൻ്റെ ഒരു ഫേവറേറ്റ് സെക്ഷനാണിത്. ഫുൾ കേക്കിൻ്റെ സെക്ഷൻ. ഇതിനേക്കാളും അടിപൊളി ഒരു കേക്കിൻ്റെ സെക്ഷൻ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. ഇപ്പോഴത്തെ ഒരു മെയിൻ സെക്ഷനാണിത്, ഹാൻഡ് വാഷിൻ്റെ സെക്ഷൻ. ഇവിടെ കയറാണ്ട് ഇപ്പോൾ ആരും പോവാറില്ലെന്ന് തോന്നുന്നു. ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലുലുന്ന് ഇറങ്ങിയ ടൈമിൽ തന്നെ നല്ലോണം മഴ പെയ്തു, നല്ല മഴയാണ്. ഇത് ആലുവ മെട്രോ സ്റ്റേഷൻ്റെ സൈഡാണിത്. ആ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ കാറിൽ പാട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും ആളൊഴിഞ്ഞ് ലുലു കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. തീരെ വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.